ജനുവരി 22-ാം തീയതി തിയേറ്ററോട് റിലീസാകാൻ പോകുന്ന ഏറ്റവും പുതിയ മലയാളം ചിത്രമാണ് ചത്താപ്പച്ച. പേര് തെറ്റിയില്ലല്ലോ, ചത്താപ്പച്ച. അപ്പോൾ ചത്താപ്പച്ചയ്ക്ക് ഒരു കുറച്ച് പ്രത്യേകതകളുണ്ട്. അതിന് മെയിൻ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പരിപാടികൾ, ഇതിൻ്റെ ഒരു ഫൈറ്റ് പരിപാടികൾ, ഇതിൻ്റെ ഒരു വിഷ്വലൈസേഷനും പരിപാടികളൊക്കെ കുറച്ചൊരു ഹോളിവുഡ് ലെവലാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു മലയാളം, ഒരു ന്യൂ മലയാളം സിനിമ എന്ന് പറയുന്നത് തന്നെ ആ ഒരു ലെവൽ പിടിക്കുന്ന, അല്ലെങ്കിൽ അത്രത്തോളം വെറൈറ്റീസ് കൊണ്ടുവരുന്ന ഒരു ഇൻഡസ്ട്രിയായി മാറി എന്നുള്ളത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. ഇന്ത്യാസ് വൺ ഓഫ് ദ ബെസ്റ്റ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ ഫൈനസ്റ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ശങ്കർ ഷൻലോയ് അത് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. അവരാണ് ഈ ചിത്രത്തിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിരിക്കുന്ന ആദ്യത്തെ അവരുടെ മ്യൂസിക് ചെയ്യുന്ന മലയാളം സിനിമയാണിത്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് അലമ്പാക്കുന്നില്ല. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ ട്രെയിലർ വന്നിരുന്നു. അപ്പോൾ ട്രെയിലർ നമ്മൾ റിയാക്ട് ചെയ്യാൻ വേണ്ടി മാറ്റിവെച്ചു. കുറച്ച് തിരക്കുകൾ കൊണ്ടാണ് ആ സമയത്ത് ചെയ്യാൻ സാധിക്കാതെ വന്നത്, ക്ഷമിക്കുക. അപ്പോൾ എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ കാണുന്ന ഹൈപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ ഹൈപ്പിലേക്ക് കൊണ്ടുവരിക. അങ്ങനെ ഹൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റുള്ള ആൾക്കാരിലേക്കും എൻ്റെ വീഡിയോ റീച്ച് ആകുന്നതായിരിക്കും. അപ്പോൾ വെൽക്കം ടു സിനി പീഡിക. റീൽ വേൾഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലൂടെ, അത് മാത്രമല്ല 3 പേരുണ്ട്, 3 കൊളാബറേഷനിലാണ് വരുന്നത്. ചത്താപ്പച്ച ദ റിംഗ് ഓഫ് റൗഡീസ് എന്നാണ് ഇതിൻ്റെ പേര് വന്നിരിക്കുന്നത്. അപ്പോൾ കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. സംഗതി ഒന്നിലധികം ഭാഷകളിലും കൂടിയാണ് റിലീസാകുന്നതെന്നാണ് തോന്നുന്നത്. മലയാളം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, നമുക്കത് തന്നെ കാണാം. ഓക്കെ, ലെറ്റ്സ് റിയാക്ട്. ഇംഗ്ലീഷാ? പേടിക്കണ്ട, ഞാൻ പഠിപ്പിച്ചെടുത്ത. പണ്ടിപ്പോ ആൾട്ടർ ഇവിടെ ഓണാക്കണം എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. അമേരിക്കൻ ഐറ്റമാണ്, നമ്മുടെ നാട്ടിൽ ഇറക്കണ. എടാ കോസ്റ്റ്യൂം കുസ്റ്റിക്ക് നാടകീയത ഉണ്ട്, കലക്ക മ്യൂസിക്കും ഉണ്ട്. കാണാൻ ആരുണ്ട്? ഇതാണോ നീയൊക്കെ പറഞ്ഞ പരിപാടി? എടാ നിനക്കൊക്കെ ഇവിടെ പണി ചെയ്ത് ജീവിക്കാൻ പാടില്ല. എടാ കാര്യം നിങ്ങൾ പറഞ്ഞ ഈ പരിപാടി എനിക്ക് മനസ്സിലാവണ്ട. ഇവിടെ ഇരിക്കും നമ്മുടെ റെസ്ലിംഗ്. നമ്മൾ വരെ കട്ടക്കാരല്ലേ, ഒന്ന് പിടിച്ചാലാ. ഇത് നമ്മ വിചാരിച്ച പോലെ അല്ലല്ല, കയ്യിന്ന് പോയല്ലടാ. എന്താ പറ്റിയേ? ബാറ്ററി ഇറങ്ങി. ഞാൻ എന്റെ കൊച്ചിന്റെ കൂടെ ഒന്ന് സമാധാനമായിട്ട് ജീവിക്കാൻ വന്നതാണ്. അത് നിങ്ങളൂടെ മാർഗങ്ങളിൽ കൂടാനായിട്ടല്ല. അർജുന അശോകൻ, റോഷൻ മാത്യു, നിഷാദ് നായർ, ഇഷാൻ മകനാണ് കൗശലം, കുടുംബടക്കം ഫുൾ പവർ. മജീദ് ശങ്കർ ഷാൻ ലോയ്. നീ ഒന്നും നോക്കണ്ട. അത് ആരപ്പാ? സനൂപ് അതാരാണ് ഒരു ഗസ്റ്റ് റോൾ വന്നത്? സ്റ്റോറി ആൻഡ് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് അദ്വിത് നായരാണ്. സംഗതി എന്തായാലും കൊള്ളാം. ചത്താപ്പച്ച. ഇതിൻ്റെ അകത്തൊരു റൂമേഴ്സ് ഓടുന്നുണ്ട്, മമ്മൂക്ക ഈ സിനിമയിലുണ്ട് എന്നുള്ളൊരു റൂമേഴ്സ് ഉണ്ട്. അത് എത്രത്തോളം സത്യമാണെന്നറിയില്ല. ലാസ്റ്റ് കാണിച്ചൊരു ക്യാമിയോ അതാരാണ് എന്താണെന്നുള്ളത് സിനിമ കാണുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. തിയേറ്റർ കത്തിക്കുന്നൊരു സംഭവമായി മാറും എന്നുള്ളതിൻ്റെ കാര്യത്തിലൊരു സംശയമില്ല. കാരണം ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന, ന്യൂജൻ പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള കട്ട്സും അത് അത്തരത്തിലുള്ള ഒരു കളറിങ്ങും അതിൻ്റെ ഒരു ഫ്രെയിമിങ്ങും ഒക്കെ അതിൻ്റെ ഒരു ഹൈ തരുന്ന ഒരു സംഭവങ്ങളാണ് ഇതിൻ്റെ അകത്ത് നിരത്തി വെച്ചിരിക്കുന്നത്. പക്ഷേ ഈ WW എന്ന് പറയുന്നൊരു സംഭവം 90s കിഡ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരുപാട് ഓർമ്മകളുള്ള ഒരു സംഭവം കൂടിയാണ് റിംഗ് എന്ന് പറയുന്നൊരു സംഭവം. കാരണം അത് കാണാത്ത ഒരു വെള്ളിയാഴ്ച ദിവസങ്ങളില്ലായിരുന്നു, അത് കാണാത്ത എൻ്റെ റീവാച്ച് ചെയ്യാത്ത ദിവസങ്ങളില്ലായിരുന്നു. സ്മാക്ക് ഡൗണ്, മറ്റേ കുറേ പേരുകളുണ്ടായിരുന്നു, എല്ലാം മറന്നുപോയി. അപ്പോൾ റെസൽമേനിയ അതൊക്കെ കാത്തിരിക്കുമായിരുന്നു, അതൊക്കെ നടക്കാൻ വേണ്ടിയൊക്കെ. ഇപ്പോഴാണ് നമ്മുടെ ജോൺ സീന വിരമിച്ചത്.
അപ്പം അങ്ങനെ കുറേ മെമ്മറീസ് ഉള്ള ഒരു സംഭവമാണ് WWE എന്ന് പറയുന്നത്. അപ്പോൾ ആ WWE ഒരു മലയാളത്തെ വെർഷനാണ് നമ്മൾ ശരിക്കും പറഞ്ഞ ഈ സിനിമയിലൂടെ കാണാൻ പോകുന്നത്. എന്തായാലും തിയേറ്ററിൽ ഇതൊരു വമ്പൻ വിജയമായി മാറട്ടെ, ഇതൊരു കലക്കം വിജയമായി തന്നെ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. എന്തായാലും എല്ലാവരുടെയും പ്രതീക്ഷകൾ നിലനിർത്തുന്ന രീതിയിലുള്ള, കാരണം അത്രയേറെ പ്രതീക്ഷ ഈ സിനിമേൻ്റെ പുറത്തുണ്ട്. ഒരു പടി കൂടുതൽ ഓവർ ഹൈപ്പ്ഡ് ആണെന്ന് തന്നെ പറയാൻ സാധിക്കും. അത്രയേറെ പ്രതീക്ഷ ഈ സിനിമയുടെ മേളിലുണ്ട്. എന്തായാലും 22-ാം തീയതി സിനിമ റിലീസാകുമ്പോൾ നമുക്കറിയാൻ സാധിക്കും പടം എങ്ങനെ ഉണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ നമ്മുടെ റിയാക്ഷൻ ഇഷ്ടപ്പെട്ടു, ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഹൈപ്പ് കൊടുക്കാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.